സെലിബ്രിറ്റീസിനൊക്കെ ട്രാൻസ്ഫോർമേഷൻ കാണുന്ന സമയത്ത് നമ്മൾ എപ്പോഴും വിചാരിക്കാറില്ലേ ഇവരുടെ ഫേഷ്യൽ ഹാർമണി ഒക്കെ ഇപ്പോഴാണ് കറക്റ്റായി വന്നത്. ആദ്യ സമയത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളൊക്കെ തന്നെ ഈ ഒരു സമയം ആയപ്പോഴേക്കും അത് മാറിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് നോർമലി ഒരു പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കൊടുക്കാനുള്ളത് കൊണ്ടോ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നതുകൊണ്ടോ ട്രീറ്റ്മെന്റ്സ് ചെയ്യുന്നത് കൊണ്ടോ ഒക്കെ തന്നെയാണ് അവർ അങ്ങനെ ഇരിക്കുന്നത്. ആദ്യമേ തന്നെ അവർക്ക് അങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ അപ്പീലിംഗ് ആയിട്ട് അവരെ നമുക്ക് തോന്നുമായിരുന്നില്ല എന്നൊക്കെ. നമുക്കാണെങ്കിലും ചില സമയത്ത് നമുക്ക് തോന്നാറില്ലേ നമ്മളുടെ ഫേസിന്റെ എവിടെയൊക്കെയോ എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊന്നും ഫിക്സ് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇരിക്കും എന്നുള്ളത്. സോ ആ ഫേഷ്യൽ ഹാർമണി എങ്ങനെ അച്ചീവ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു വീണ സിനർച്ചൽ. ഞാൻ വീണ, പ്രൊഫഷണൽ ചാനൽ സർട്ടിഫൈഡ് ഇമേജ് കൺസൾട്ടന്റ് ആൻഡ് പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ആണ്. എന്തെങ്കിലും തരത്തിലുള്ള ഇമേജ് മേക്കേഴ്സോ സ്റ്റൈലിംഗ് സർവീസസോ സ്കിൻ കെയർ കൺസൾട്ടേഷൻസോ വേണമെന്നുണ്ടെങ്കിൽ എന്നെ റീച്ച് ഔട്ട് ചെയ്യാൻ പഠിക്കേണ്ട. ഞാൻ എൻ്റെ ഇൻസ്റ്റ ഐഡിയും അതോടൊപ്പം തന്നെ എൻ്റെ മെയിൽ ഐഡിയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും. വേണ്ടവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഈ ഒരു ടിപ്സ് എല്ലാം നോക്കുന്നതിന് മുമ്പായിട്ട് ഒരു പേപ്പറും പേനയും എടുക്കുക. പേപ്പറും പേനയും എടുത്തിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഓരോന്നായിട്ട് എടുത്തിട്ട് ഒബ്സർവ് ചെയ്തിട്ട് അത് എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് നമുക്ക് എവിടെയൊക്കെയാണ് ആ മാറ്റം കൊണ്ടുവരേണ്ടതെന്ന് നോക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഫേസിൽ ചില സ്ഥലം ഭയങ്കര നാരോ ആയിരിക്കും, ചില സ്ഥലത്ത് കുറച്ചും കൂടെ ഫുള്ളർ ആയിരിക്കും. അപ്പോൾ ഫേസിൽ എവിടെയൊക്കെയാണ് ആ പ്രപ്പോർഷൻ ഇല്ലാതെ ഇരിക്കുന്ന ഭാഗങ്ങളെന്ന് നോക്കുക, അല്ലെങ്കിൽ വിഷ്വൽ വെയിറ്റ് എവിടെയാണ് കൂടുതലെന്ന് നോക്കുക. അപ്പോൾ എൻ്റെ ഫേസ് നോക്കുകയാണെങ്കിൽ ഞാൻ ഓൾമോസ്റ്റ് ഒരു ബാലൻസിൽ എപ്പോഴും വെക്കാൻ വേണ്ടി നോക്കാറുണ്ട്. എന്നാലും എൻ്റെ ഫേസിന്റെ ഫോക്കൽ പോയിന്റ് എന്ന് പറയുന്നത് എപ്പോഴും കണ്ണുകളായിരിക്കും. കണ്ണുകൾ നന്നായിട്ട് ഡിഫൈൻ ചെയ്തിട്ടില്ലെങ്കിൽ അത് എപ്പോഴും എന്തോ ഒരു പ്രശ്നമുള്ളത് പോലെ ഫീൽ ചെയ്യാറുണ്ട്. അതല്ലാതെ ഇപ്പം ഞാൻ എൻ്റെ ഹെയർ സ്റ്റൈൽ ഇങ്ങനെ വെച്ചിട്ടില്ലെങ്കിൽ എൻ്റെ ഫേസിലെ ഏറ്റവും കൂടുതൽ വിഷ്വൽ വെയിറ്റ് വരുന്ന ഒരു ഭാഗം എൻ്റെ നെറ്റിയാണ്. നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും, നെറ്റ് നന്നായിട്ട് കൂടുതലായിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ അവിടെ വിഷ്വൽ വെയിറ്റ് കൂടുതൽ അവിടെ ആയതുകൊണ്ട് തന്നെ അത് കുറച്ചൊന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഫേസിന് കുറച്ച് ഇലോങ്ങേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഹെയർ സ്റ്റൈലിൽ ഒരു ചേഞ്ചസ് വരുത്തി ഹെയറിന്റെ ഈ ഭാഗത്ത് നന്നായിട്ട് ക്രൗൺ ഏരിയയിൽ നന്നായിട്ട് വോളിയം വെക്കും. സോ നിങ്ങളും നിങ്ങളുടെ ഫേസിന്റെ ഷേപ്പിൽ അല്ലെങ്കിൽ ഫേസ് നോക്കുന്ന സമയത്ത് എവിടെയാണ് ഏറ്റവും കൂടുതൽ വിഷ്വൽ വെയിറ്റ് എന്ന് നോക്കുക. അതായത് ഏത് ഭാഗമാണ് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്, ഏത് ഭാഗമാണ് കുറച്ച് കൂടുതലായിട്ട് തോന്നുന്നതെന്ന് നോക്കുക. അത് എഴുതി വെക്കുക. ആൻഡ് അത് എഴുതി വെച്ചിട്ട് അതിനെ കുറയ്ക്കാനുള്ള മാർഗം നോക്കുക. ഇപ്പം ചില ആൾക്കാർക്ക് നോസ് ആയിരിക്കും ഏറ്റവും പ്രൊമിനൻ്റ് ആയിട്ട് വിഷ്വൽ വെയിറ്റ്. ഇത് ഫേസിലേക്ക് നോക്കുമ്പോൾ തന്നെ നോസ് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണുമെന്ന് വിചാരിക്കുക. അപ്പോൾ നോസിനെ ചെറുതായിട്ട് കാണിക്കണം, അതാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ മാക്സിമം നോസിൻ്റെ ഭാഗത്ത് നമുക്ക് കോൺടൂർ ചെയ്യാൻ പറ്റും. കോൺടൂർ ചെയ്ത് നോസിൻ്റെ ഒരു അപ്പിയറൻസ് കുറയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ ബാക്കിയുള്ള എലമെൻറ്റ്സ്, അതായത് കണ്ണുകളായിക്കോട്ടെ ലിപ്സ് ആയിക്കോട്ടെ, അതിനെയൊക്കെ നമുക്ക് കൂടുതൽ ഡിഫൈൻ ചെയ്തിട്ടും കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കിയിട്ടും അതിനെ മാറ്റാൻ പറ്റും. അങ്ങനെ മാറ്റിയാൽ, അതായത് അതിനെ കൂടി എൻഹാൻസ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വിഷ്വൽ വെയിറ്റ് അതിനും കൂടെ കൂട്ടിയെടുത്തു കഴിഞ്ഞാൽ നോസിന്റെ ഭാഗത്തേക്കുള്ള ആ ഒരു കോൺസെൻട്രേഷൻ മാറിക്കിട്ടും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹെയറിന്റെ പാർട്ടീഷൻ ഇടുന്നത് നിങ്ങളുടെ ഫേഷ്യൽ സിമ്മെട്രി കറക്റ്റ് ആക്കാനായിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ എൻ്റെ ഒരു ഫേസിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ എൻ്റെ ഒരു ഫേസിൽ മിഡിൽ പാർട്ടീഷൻ വരികയാണെങ്കിൽ ഈ രണ്ട് ഭാഗവും ഒരേപോലെ നിങ്ങൾക്ക് വിസിബിൾ ആവും. രണ്ട് ഭാഗത്തും എന്തെങ്കിലും പ്രപ്പോർഷൻസിൽ വ്യത്യാസമുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ മനസ്സിലാവുക സെൻറ്റർ പാർട്ടീഷൻ ഇടുമ്പോഴാണ്. ഇപ്പോൾ സൈഡ് പാർട്ടീഷനിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ ഈ സൈഡിലേക്ക് വോളിയം കൂടിയിട്ടുണ്ട്, ഈ സൈഡിലേക്ക് വോളിയം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന് ഏതെങ്കിലും ഒരു ഭാഗത്ത് വോളിയം അല്ലെങ്കിൽ ഫേസിൻ്റെ സ്ട്രക്ചറിൽ വോളിയം കൂടുതലാണ്, അസിമെട്രി ഇവിടെ കൂടുതലാണെങ്കിൽ ഈ ഭാഗത്തേക്ക് വോളിയം ഇടുന്നതിന് പകരം ഈ ഭാഗത്തേക്ക് വോളിയം ഇടുക. സോ പാർട്ടീഷൻ ചെയ്തത് ഈ സൈഡിലേക്ക് ആക്കുക. ഈ സൈഡിൽ അധികം വോളിയം വേണ്ട എന്ന് വിചാരിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഫേസിന് ഏറെക്കുറെ ഒരു സിമ്മെട്രി കൊണ്ടുവരാൻ വേണ്ടി പറ്റും. നമ്മൾ ഒരു തരത്തിലുള്ള ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ ചില സമയത്ത് ചില ആൾക്കാർക്ക് നെറ്റി ഭയങ്കര കുറവായിരിക്കും. നെറ്റ് കുറവായിരിക്കുന്നതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ നെറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ബാക്കിലേക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യാം. മേക്കപ്പ് ടിപ്സ് ആയിക്കോട്ടെ, നമ്മുടെ ഹെയർ സ്റ്റൈലിങ്ങിൻ്റെ ടിപ്സ് ആയിക്കോട്ടെ, ഇതെല്ലാം സിമ്മെട്രി കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ വിഷ്വൽ പ്രപ്പോർഷൻസ് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടും ആയിരിക്കണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഏറ്റവും ഭംഗിയിലിരിക്കും. വേറൊരാളെ പോലെ അല്ല, നിങ്ങളുടേതായ രീതിയിൽ ഏറ്റവും ഭംഗിയിലിരിക്കും. സ്റ്റൈലിങ്ങിൻ്റെയും മേക്കപ്പിൻ്റെയും ഒക്കെ ബേസ് എന്ന് പറയുന്നത് ഫേസിനെ ഓൾമോസ്റ്റ് സിമ്മെട്രി കറക്റ്റ് ആക്കി കൊണ്ടുവരിക, വിഷ്വൽ വെയിറ്റ് കറക്റ്റ് ആക്കി കൊണ്ടുവരിക, എല്ലാ എലമെൻറ്റ്സും ബാലൻസ്ഡ് പ്രപ്പോർഷൻസ് ആക്കി ഇരിക്കുക എന്നുള്ളതാണ്. ബാലൻസ്ഡ് പ്രപ്പോർഷൻ ഉള്ള ഒരു ഫേസ് എപ്പോഴും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് മറ്റുള്ളവർക്ക് തോന്നും. മൂന്നാമത്തെ കാര്യം, വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും നമ്മളുടെ ഫേസിനെ ഒന്ന് അനലൈസ് ചെയ്യുക. എന്നിട്ട് അതിനനുസരിച്ചിട്ട് അതിനെ എംഫസൈസ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, എംഫസൈസ് ചെയ്യുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ ഫേസ് നോക്കുമ്പോൾ ഫേസിൽ വെർട്ടിക്കൽ ഇലോങ്ങേഷൻ ആണോ കൊണ്ടുവരേണ്ടത് അതോ ഹൊറിസോണ്ടൽ ഇലോങ്ങേഷൻ ആണോ കൊണ്ടുവരേണ്ടത് നോക്കുക. അപ്പോൾ ചില ആൾക്കാർക്ക് ഭയങ്കര റൗണ്ടായിട്ട് ഫേസ് ഇരിക്കുകയാണെങ്കിൽ, ചബ്ബി ആയിട്ടുള്ള ചീക്സ് ഒക്കെ ഇരിക്കുകയാണെങ്കിൽ ഫേസിന് വിട്ടായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക, ഹൊറിസോണ്ടൽ എംഫസിസ് ആയിരിക്കും കൂടുതലായിട്ടുണ്ടാവുക. നമ്മൾ നേരെ ഓപ്പോസിറ്റ് വെർട്ടിക്കലി എങ്ങനെ ലെങ്ത് കൂട്ടാൻ പറ്റുമെന്ന് ആലോചിക്കാം. ഹെയർ ക്രൗൺ ഏരിയയിൽ വോളിയം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് കൂട്ടാൻ പറ്റും. നെക്ക് ലൈൻ കുറച്ചും കൂടി ഒരു വി നെക്ക്
അല്ലെങ്കിൽ ഇലോങ്ങേറ്റ് ചെയ്തിട്ടൊരു നെക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് കൂട്ടാൻ പറ്റും. സ്റ്റഡ്, റൗണ്ട് സ്റ്റഡ് യൂസ് ചെയ്യുന്നതിന് പകരം കുറച്ച് ആംഗുലാരിറ്റി ഉള്ള സ്റ്റഡോ കുറച്ച് നീളമുള്ളതുപോലെ ഫീൽ ചെയ്യുന്ന സ്റ്റഡോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റും. ലോങ് ഫേസ് ആണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ ഫേസ് ഫ്രെയിമിങ് എലമെന്റ്സോ അല്ലെങ്കിൽ ബാങ്ക്സോ ഒക്കെ കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഏരിയ ചീക്ക് ബോൺസിന്റെ തൊട്ട് താഴെ നിൽക്കുന്ന രീതിയിൽ അത് കട്ട് ചെയ്യുമ്പോൾ ഈ ഭാഗത്തേക്ക് വോളിയം വരും. സോ ഈ ഒരു ഭാഗത്ത് ഓൾമോസ്റ്റ് ഒരു വിട്ട് വരുന്നതിന്റെ ഒരു ഇല്യൂഷൻ കിട്ടും. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് മോസ്റ്റ്ലി റൗണ്ട് നെക്ക് ലൈൻ ചൂസ് ചെയ്യാം, റൗണ്ട് ആയിട്ടുള്ള ഇയറിംഗ് ചൂസ് ചെയ്യാം, ഹൂപ്സ്, സ്റ്റഡ്, റൗണ്ട് സ്റ്റഡ്, പേൾസിന്റെ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ വിട്ട് വരും. സോ ലോങ് ആയിട്ടുള്ളൊരു ഫേസ് ആണെങ്കിൽ വിട്ട് കൊണ്ടുവരാൻ നോക്കുക, വീതിയുള്ളൊരു ഫേസ് ആണെങ്കിൽ ഇലോങ്ങേഷൻ കൊണ്ടുവരാൻ നോക്കുക. ഈ ഒരു ബാലൻസ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ഫേസ് കണ്ടു കഴിഞ്ഞാൽ ബാലൻസ്ഡ് പ്രപ്പോർഷനിലിരിക്കും. അതുകൊണ്ട് തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഫീൽ ചെയ്യും. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫേഷ്യൽ കോൺട്രാസ്റ്റ് കൺസിസ്റ്റൻസിയോട് കൂടി കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഭയങ്കര പെയിൽ ആയിട്ട് ഫീൽ ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന് വെച്ചോ, ഗ്രേ പിഗ്മെന്റ് കൂടിയത് കൊണ്ടായിരിക്കാം. ഫേസിന് ഭയങ്കര പോയിന്റഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ്, ഭയങ്കര വിഷ്വൽ വെയിറ്റ് കൂടുതലായിട്ടുള്ള ഫേസ് ആണെങ്കിൽ അതിൽ മാക്സിമം കളേഴ്സ് ഒക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ, സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഐബ്രോസ്, ഡാർക്ക് ആയിട്ടുള്ള ഒരു ഐബ്രോസ് ഒക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ, ലിപ്സിന് ഒരു ഡെഫിനേഷൻ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പം എൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ എന്നോട് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഐബ്രോസിന് എന്താണ് ഇത്ര ഡാർക്ക്നെസ് കൊണ്ടുവരുന്നതാണ്. എൻ്റെ ഫേസിൻ്റെ വിഷ്വൽ വെയിറ്റ് ഭയങ്കര കൂടുതലാണ് നോർമലി. സോഫ്റ്റ്നെസ്സും റൗണ്ട്നെസ്സും കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത്ര ബ്യൂട്ടിഫുൾ അല്ലാത്ത രീതിയിൽ ഇരിക്കും. സോ മാക്സിമം ഷാർപ്നെസ്സും വിഷ്വൽ വെയിറ്റും കൊണ്ടുവരാൻ എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഐഡിയ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഐബ്രോസിൽ എനിക്ക് ഡാർക്ക് കളേഴ്സ് കൊണ്ടുവരാൻ പറ്റും, അതുപോലെ തന്നെ ലിപ്സിലേക്ക് എനിക്ക് ബ്രൈറ്റർ ടോൺസ് കൊണ്ടുവരാനും പറ്റും. ആൻഡ് അതിനനുസരിച്ച് ബ്ലഷിന്റെ പ്ലേസ്മെന്റും എനിക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ വരുന്ന സമയത്ത് കണ്ണും കൂടി ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എല്ലാം ഓക്കെയാണ്. എൻ്റെ ഫേസിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് കളേഴ്സ് കാണാൻ പറ്റും. ഇത്രയും കളേഴ്സ്, ഇത്രയും ഇങ്ങനെ ഒരു നോർമൽ മേക്കപ്പ് എന്നുള്ളത് എല്ലാ ആൾക്കാർക്കും ഒരുപോലെ സ്യൂട്ടബിൾ ആവില്ല. നിങ്ങൾക്ക് കുറച്ച് സോഫ്റ്റ് ഫീച്ചേഴ്സ് ആണുള്ളത്, എല്ലാം സോഫ്റ്റ്നെസ് ആയിട്ടാണുള്ളത്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ടും നിങ്ങളുടെ വിഷ്വൽ വെയിറ്റ് കുറവായിരിക്കും. വിഷ്വൽ വെയിറ്റ് കുറവായ ഫേസ് ആണെങ്കിൽ ഒരുപാടധികം മേക്കപ്പ് യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്, ഒരുപാട് ആംഗുലാരിറ്റി കൊണ്ടുവരാതിരിക്കുന്നതായിരിക്കും നല്ലത്, ഒരുപാട് ഡ്രമാറ്റിക് ആയിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ലിപ്സിന്റെ കാര്യം നോക്കാന്ന് വിചാരിക്കാം. തിൻ ലിപ്സ് ആണെങ്കിൽ സോഫ്റ്റ് കളേഴ്സ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ലിപ്സ് കുറച്ച് സോഫ്റ്റൻ ആയതുപോലെ ഇരിക്കും. ആൻഡ് ഓൾസോ ലിപ്സ് ഫുള്ളറായിട്ടും ഫീൽ ചെയ്യും. നേരെ മറിച്ച് ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന പോലെ കുറച്ച് ബ്രൈറ്റ് ലിപ്സ്റ്റിക് പോലെയുള്ള കളേഴ്സ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഫേസിൽ നിന്ന് ലിപ്സ് മാത്രം പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നത് പോലെ ഇരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ചില ആൾക്കാരുണ്ട് ഡ്രസ്സിനനുസരിച്ചിട്ട് മേക്കപ്പ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്, ഡ്രസ്സിനനുസരിച്ച് ലിപ്സ്റ്റിക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് ഈ ഫേഷ്യൽ കോൺട്രാസ്റ്റ് എവിടെയൊക്കെ വേണം, എങ്ങനെ വേണം എന്നുള്ളത് നമ്മുടെ മനസ്സിലൊരു ഐഡിയ ആയിട്ടുണ്ടെങ്കിൽ അത് ഏത് ഡ്രസ്സ് ഇടുമ്പോഴും ആ ഒരു കാര്യം കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ സിഗ്നേച്ചർ ലുക്കായിട്ട് മാറുകയും ചെയ്യും. നിങ്ങളുടെ ഫേസ് അങ്ങനെയാണ് എന്നൊരു ഇല്യൂഷൻ എല്ലാവർക്കും കൊടുക്കാനും പറ്റും. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫേഷ്യൽ ലൈൻസിനെ റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അസിമെട്രിക്കൽ ഫേസിൽ അത് ഉപയോഗിക്കണം എന്നല്ല പറയുക. ഫേസിന് ബാലൻസ്ഡ് ആണ് പ്രപ്പോർഷൻ എങ്കിൽ ആംഗുലാരിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. ആംഗുലാരിറ്റി ഇല്ല എങ്കിൽ, സോഫ്റ്റ് ഫീച്ചേഴ്സ് ആണെങ്കിൽ സോഫ്റ്റ്നെസ് ആഡ് ചെയ്യുന്ന രീതിയിലുള്ള ഹെയർ സ്റ്റൈലും മേക്കപ്പും ആക്സസറീസും ചൂസ് ചെയ്യുക. അതല്ല ആംഗുലാരിറ്റി കൂടുതലായിട്ടുള്ളതായിട്ടാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ ആംഗുലാരിറ്റി ഉള്ള രീതിയിലുള്ള നെക്ക് ലൈൻസും ഹെയർ സ്റ്റൈലും മേക്കപ്പും ആക്സസറിയും ഒക്കെ ചൂസ് ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞാൽ, കണ്ടു കഴിഞ്ഞാൽ ഈ ഫേസിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ എന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. അടുത്ത കാര്യം എന്ന് പറയുന്നത് ജോലൈൻ അനുസരിച്ചിട്ട് ഇയറിങ്സ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഈ ഭാഗം വിട്ടുള്ളതും ഈ ഭാഗം നാരോ ആയിട്ട് പോയിന്റഡ് ആയിട്ടുള്ളതും ആണെങ്കിൽ ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഇയറിങ്സ് ചൂസ് ചെയ്യാം. ട്രയാങ്കിൾ ഷേപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് അത് ബാലൻസ്ഡ് ആവും. ഇനി നേരെ മറിച്ച് ഈ ഒരു ഭാഗത്താണ്, ജോലൈൻ്റെ ഭാഗത്താണ് വീതി ഉള്ളത്, ഈ ഒരു ഭാഗത്താണ് കുറച്ച് നാരോ ആയിട്ട് ഇരിക്കുന്നത് എങ്കിൽ ഇൻവേർട്ടഡ് ട്രയാങ്കിൾ ഇയറിങ്സ് ചൂസ് ചെയ്യുക. സോ എപ്പോഴും ഏത് ഭാഗത്താണ് വീതി ഉള്ളത് ആ ഭാഗത്ത് വീതി വീണ്ടും ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയല്ല വേണ്ടത്, മാക്സിമം അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് ഇയറിങ്സ് ചൂസ് ചെയ്യുന്ന സമയത്ത് ഷേപ്പ് ഒന്ന് നോക്കി എടുത്തു കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റും. അടുത്ത കാര്യം എന്ന് പറയുന്നത് കണ്ണിന്റെ പൊസിഷൻ അനുസരിച്ചിട്ട് ഹെയറിന്റെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നെറ്റി കുറച്ച് കൂടുതലാണ്, അപ്പോൾ അതുകൊണ്ട് നെറ്റിയുടെ ആ ഒരു ലെങ്ത് കാരണം കണ്ണിന്റെ പൊസിഷൻ കുറച്ച് താഴെയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഈ കണ്ണിനെ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഹെയർ സ്റ്റൈൽ ചെയ്യേണ്ടത്. എന്ന് പറയുമ്പോൾ ക്രൗൺ ഏരിയയിൽ മാക്സിമം വോളിയം കൂട്ടുക എന്നുള്ളതാണ് അപ്പോൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ ഈ മിഡ് ഫേസും ലോവർ തേർഡും ആണ് ഏറ്റവും വലുതായിട്ട് നീളമുള്ളതായിട്ട് തോന്നുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ കണ്ണിനെക്കാളും ജസ്റ്റ് താഴെ ഈ ചീക്ക് ബോൺസിന്റെ അവിടെ വരെ ഹെയറിന് ബാങ്ക്സ് വെട്ടിയിടുന്ന പോലെയോ ഫേസ് ഫ്രെയിമിംഗ് ലെയേഴ്സോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ കണ്ണ് കുറച്ചും കൂടി ബാലൻസ്ഡ് ആയിട്ടിരിക്കും.
സോ എവിടെയാണോ കണ്ണിൻ്റെ പൊസിഷൻ അതിനനുസരിച്ചിട്ട് എപ്പോഴും ഹെയറും മേക്കപ്പും ഒക്കെ ഒന്ന് മാറ്റിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും. അടുത്ത കാര്യം എന്ന് പറയുന്നത് ഡൊമിനൻ്റ് ആയിട്ടുള്ള ഫീച്ചർ ഏതാണ് ഫേസിലെന്ന് കണ്ടുപിടിക്കാം. ഓരോ ആൾക്കാർക്ക് ഓരോന്നായിരിക്കും. ചിലർക്ക് കണ്ണായിരിക്കും, ചിലർക്ക് ലിപ്സ് ആയിരിക്കും, ചിലർക്ക് നോസ് ആയിരിക്കും, ചിലർക്ക് ഇയേഴ്സ് ആയിരിക്കും. അതായത് നിങ്ങളുടെ ബ്യൂട്ടിഫുൾ ഫീച്ചർ അതാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, അതാണ് പ്രൊജക്റ്റഡ് ആയിട്ടിരിക്കുന്നതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഭംഗിയുള്ള ഫീച്ചർ എന്ന് തോന്നുകയാണെങ്കിൽ അതിനെ മാക്സിമം എൻഹാൻസ് ചെയ്തിട്ട് ബാക്കിയുള്ളതിനൊക്കെ സറ്റിലാക്കി വെക്കുക. അപ്പോൾ അറ്റൻഷൻ എപ്പോഴും ആ ഒരു ഫീച്ചറിലേക്ക് പോകും, ആ ഒരു ഫോക്കൽ പോയിന്റിലേക്ക് പോകും. എൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു, എൻ്റെ കണ്ണാണ് മേജറായിട്ട് ഫേസിലുള്ള ഒരു ഫീച്ചർ എന്ന് തോന്നും. അതുകൊണ്ട് തന്നെ കണ്ണ് എൻഹാൻസ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ വേറെ എന്തൊക്കെ ചെയ്താലും എന്തോ ഒരു ക്ഷീണം പിടിച്ചതുപോലെ ഫീൽ ചെയ്യും. സോ അതുകൊണ്ട് തന്നെ എപ്പോഴും ഞാൻ കണ്ണ് മാക്സിമം ഡിഫിനിഷൻ കൊടുത്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. പറഞ്ഞു വന്നത്, ഫേസ് എന്ന് പറയുന്നത് മൊത്തത്തിൽ ഓരോരോ ഫീച്ചേഴ്സ് ആയിട്ട് കണക്കാക്കാതെ ഇതിനൊരു കോമ്പോസിഷനായിട്ട് കണക്കാക്കുക. ഫേസ്, ഹെയർ, നെക്ക് ലൈൻ, അങ്ങനെ എല്ലാം കൂടി അതൊരു കോമ്പോസിഷനായിട്ട് കണക്കാക്കുക. ഈ കോമ്പോസിഷൻ്റെ പുറത്ത് വേണം നമ്മൾ എപ്പോഴും വർക്ക് ചെയ്യാൻ. അല്ലാതെ ഓരോ ഫീച്ചേഴ്സിനെ എൻഹാൻസ് ചെയ്തെടുക്കാൻ വേണ്ടി ഓരോ ഫീച്ചേഴ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് മേക്കപ്പ് ചെയ്യാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ അത് ബാലൻസ്ഡ് അല്ലാത്ത പോലെ ഇരിക്കും. ആ വിഷ്വൽ ഹാർമണി നഷ്ടപ്പെടുകയും ചെയ്യും. സോ ആ വിഷ്വൽ ഹാർമണി അല്ലെങ്കിൽ ഫേഷ്യൽ ഹാർമണി കിട്ടണം എന്നുണ്ടെങ്കിൽ എപ്പോഴും ഈ പറഞ്ഞ പോലെ കോമ്പോസിഷനിൽ വേണം വർക്ക് ചെയ്യാൻ. എവിടെയാണ് എന്താണ് കുറവ് എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് അത് ആഡ് ചെയ്യുക, എവിടെ എന്താണ് കൂടുതലെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് അതിനെ മിനിമൈസ് ചെയ്യുക. സോ ഈ ഒരു കാര്യം മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഏത് ഡ്രസ്സ് ഇട്ടാലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇരിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ, ലവ് യു.